YG അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഇനി ശബ്ദം എടുത്താലുണ്ടല്ലോ കൊന്നുകളായി. നിനക്ക് നിന്റെ ശക്തി തെളിയിക്കാനേ വലിയ ആവശ്യമാണല്ലേ? നിന്റെ എല്ലാ കളിയും ഇന്നത്തോടെ അവസാനിക്കും. നിന്നെ കൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാ നേരെ മുകളിലോട്ട് അയക്കാനാ ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഒരു പോലീസുകാരിയെ കൊന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വെറുതെ വിടില്ല. നിന്റെ തന്തയെ കൊന്നവനെ ഇതുവരെ ഡിപ്പാർട്ട്മെന്റിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോ ഞങ്ങളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ ആരാടി പണി ഏൽപ്പിച്ചേ? ഗോപാലിനാണോ? നീ എന്നെ എന്തായാലും കൊല്ലാൻ പോവല്ലേ? പറയടാ. വെറുതെ ഡയലോഗ് അടിക്കാൻ വന്നോളും. എന്തായാലും നീ ചാവാൻ പോവാ. അടങ്ങി ഒതുങ്ങി ഇരുന്നാലേ അധികം തല്ലുകൊള്ളാതെ സമാധാനമായിട്ട് ചാവാം. മതി, വന്നേ. എന്താടാ? വാ, പറയാം, വാ. എന്താടാ? ഗോപാൽജി ഇവളെ വെറുതെ വിടാൻ പറഞ്ഞു. ഇവക്കൊരു അനീതിയുണ്ട്. അത് ഇവളെക്കാൾ വിളഞ്ഞു വിത്ത. ഗോപാലിഷ മകരിപ്പോ അവളുടെ കസ്റ്റഡിയില. ഇവളെ വിട്ടിയിട്ടില്ലെങ്കിൽ അവനെ തട്ടുമെന്ന ഭീഷണി. ഈ മാധവന്റെ കുടുംബം മൊത്തം പ്രശ്നക്കാരാണല്ലേ? നമ്മളെപ്പോലുള്ളവർക്ക് പ്രശ്നക്കാരാ. അപ്പൊ ഇവളെ എന്ത് ചെയ്യണം? അഴിച്ചുവിടാനാ ഗോപാൽജി പറഞ്ഞത്. അവളെ തീർക്കാൻ പറ്റിയ അവസരമായിരുന്നു. വാ. നിനക്ക് ആയുസ് കുറച്ചുകൂടെ നീട്ടി കിട്ടിയിട്ടുണ്ട്. അഴിച്ചു വിടറാ. എന്നാ നിന്റെ ഫോൺ. വേഗം അഴിച്ചു വിട്ടിട്ട് വാടാ. നീ ഒന്ന് സമാധാനിക്കേ. അവക്കൊന്നും സംഭവിച്ചു കാണില്ല. പോലീസും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്റെ അശ്രദ്ധ കൊണ്ടാ. അവളെ എല്ലാ ദിവസത്തെയും പോലെ അന്നും സ്റ്റേഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു. കഷ്ടകാലത്തിന് അപ്പൊ എനിക്ക് മാറി വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി. അതുകൊണ്ടാ മഞ്ജുവിനെ നടന്നു പോവേണ്ടി വന്നത്. എടാ, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മൾ സ്വയം പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ പുറത്തു വരാമെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ. മഞ്ജു വിളിക്കുന്ന. ഹലോ. ഹലോ ഗിരിയേട്ടാ. പറമോളെ, നീ എവിടെയാ? എന്തു പറ്റി? ഇവിടെ എല്ലാരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്നെ ആരൊക്കെയോ തട്ടിക്കൊണ്ടു പോയതാ. എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടത്? അവര് തന്നെ എന്നെ അഴിച്ചുവിട്ടു. എന്താ കാരണമെന്ന് അറിയില്ല. ശരി, നീ എവിടെയാ നിൽക്കുന്നതെന്ന് പറ, ഞാൻ വരാം. വേണ്ട, ഞാൻ വീട്ടിലേക്ക് എത്തിക്കോളാം. ശരി. മഹിമയുടെ കാര്യം ഒന്ന് ചോദിക്കേ. മോളെ, മഹിമ നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല. എന്തു പറ്റി? വെറുതെ ചോദിച്ചതാ. സാധാരണ നീ വൈകാറുള്ളപ്പോ അവള് കൂടെ ഉണ്ടാവാറുള്ളതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങള് തമ്മിൽ മാന്യമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചു നാളായില്ലേ? ശരി, നീ സൂക്ഷിച്ച് വീട്ടിലെത്താൻ നോക്ക്. ശരി ഗിരിയേട്ടാ. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? നീ വേഗം മഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ലേ. എടാ മഹിമ. എടാ, അവള് പുലിയല്ലേ. അവക്ക് സ്വന്തം കാര്യം നോക്കാനൊക്കെ അറിയാം. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവളെ ഞാൻ കണ്ടുപിടിച്ചോളാം. നീ ചെല്ല്. ചെല്ലടാ. ചെല്ല്. എടാ, മഹിമയൊന്ന് വിളിച്ചേ. കിട്ടുന്നില്ല അമ്മേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ചിലപ്പോ കൂട്ടുകാരികളുടെ കൂടെ സിനിമ കാണാൻ പോയി കാണും. ഫോൺ സൈലന്റിലായതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതായിരിക്കും. അവള് വൈകാതെ നിന്നെ തിരിച്ചു വിളിക്കൂടാ.
മഞ്ജു 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 ഇവളെ കൊന്നുകളയാൻ ഞാൻ ആ ഗോപാലനോട് പച്ച മലയാളത്തിൽ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അയാൾ ഇവിടെ വെറുതെ വിട്ടത്? ആ മണ്ടനെ സഹായിക്കാൻ പോയ എന്നെ പറഞ്ഞാ മതി. ഇനി ഈ പിശാചിന്റെ ശല്യം സഹിക്കണമല്ലോ. മഞ്ജുവിന് ഒരു കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. പത്മനാഭസ്വാമി എന്റെ പ്രാർത്ഥന കേട്ടു. കാലിനെന്തെങ്കിലും? ഏയ്, ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയത്? എനിക്കവരെ പരിചയമൊന്നുമില്ല. എന്നോട് ശത്രുതയുള്ള ആരോ അവരെ ഈ ജോലി ഏൽപ്പിച്ചതാ. മിക്കവാറും അത് ഗോപാലനാവാനാ സാധ്യത. ഒന്ന് നിർത്ത് മഞ്ജു. നീ എല്ലാ കാര്യത്തിലും ഗോപാൽജിയെ കുറ്റപ്പെടുത്തി നടക്കുന്നുണ്ട്. നിന്നെ ലക്ഷ്യം വെക്കുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. നിനക്ക് ഗോപാൽജി അല്ലാതെ മറ്റാരോ ശത്രുവായിട്ടുണ്ട്. അത് അഭിയോ പീതാംബരനോ ഒക്കെ. സോറി. എന്തിന്? ഗിരേട്ടൻ പറഞ്ഞത് ശരിയാ. എന്റെ അച്ഛൻ ഇതിൽ എന്തേലും പങ്കുണ്ടെന്നറിഞ്ഞാൽ ഞാൻ ഞെട്ടൊന്നുമില്ല. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. മഞ്ജുവിനെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഈ ഏരിയയിൽ അത്യാവശ്യ സത്യസന്ധയായ ഒരു പോലീസുകാരിയാ മഞ്ജു. അപ്പൊ ഇവിടത്തെ ഗുണ്ടകൾക്കും കള്ളന്മാർക്കും ഒക്കെ മഞ്ജുവിനോട് വിരോധം തോന്നുക സ്വാഭാവിക. അതിലാരെങ്കിലും മഞ്ജുവിനെ ലക്ഷ്യം വെച്ചതായിക്കൂടെ? അതെ, എനിക്ക് ഇക്കാര്യത്തിൽ മഹിമയെ സംശയമുണ്ട്. വെറുതെ അവളെ കുറ്റം പറയാൻ നിൽക്കരുത്. അവളെ കുറ്റം പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടുവല്ലേ? നിന്നെ കാണാനില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ ഇതുവരെ മഹിമ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഞാനും മുകുന്ദനും മാറി മാറി അവളുടെ ഫോണിലേക്ക് വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും എടുക്കുന്നില്ല. അവളല്ല നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുക? പാതിരാത്രിയായിട്ടും അവള് ഫോൺ എടുക്കുന്നില്ലെന്ന് കാണുമ്പോ അവൾ എന്തോ പ്രശ്നത്തിലാണെന്നാ നിങ്ങൾക്ക് ചിന്തിക്കാൻ തോന്നിയില്ലേ? മഞ്ജു മഞ്ജു മഞ്ജു, നീ എങ്ങോട്ടായി പോകുന്നത്? മഹിമയെ കണ്ടുപിടിക്കാൻ. ഞാനും വരാം. വേണ്ട, എന്റെ അനിയത്തിയുടെ കാര്യോ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മഞ്ജു മഞ്ജു സാരല്ല ഗിരിയേട്ടാ,